അപ്പോൾ ഈ അനുഷ്ഠാനമായിട്ടുള്ള കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പൊതുവേ ഒരു കലാകാരൻ അല്ലെങ്കിൽ സ്ത്രീകളില്ലാത്തതുകൊണ്ട് കലാകാരി എന്ന് പറയണ്ട, കലാകാരൻ എന്ന ഒരു ഐഡൻറ്റിറ്റി പലപ്പോഴും കിട്ടാറില്ല. അവർ അവിടുത്തെ ഈ എന്താ പറയുക, ജോലി തൽക്കാലം ഓരോ സമയത്തും ചില അനുഷ്ഠാനങ്ങളുണ്ട്, അത് നിർവഹിച്ചു പോകുന്ന കുറേ ആൾക്കാർ. ദേവസ്വം ബോർഡ് വന്നപ്പോഴാണ് അവർക്കൊരു ജീവനക്കാരൻ എന്നാണ് പറയുക. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ എന്നാണ് പറയുന്നത്, ദേവസ്വം ബോർഡ് കലാകാരൻ എന്ന് പ്രയോഗമില്ല. അപ്പോൾ അത്തരത്തിൽ അവിടെ ആകെ ഐഡൻറ്റിറ്റി ഉള്ള ബഹുമാനം കിട്ടുന്ന ഒരാൾ അവിടുത്തെ പുരോഹിതനായിട്ടുള്ള മേൽശാന്തിയോ തന്ത്രിയോ ആണ്. അപ്പോൾ പൗരോഹിത്യത്തിന് കീഴിൽ ഈ കലാരൂപത്തെ ഉപാസിക്കുന്ന ആളുകളെ ഒരു മനുഷ്യനായി പോലും ഭക്തജനങ്ങളോ കമ്മിറ്റിക്കാരോ പരിഗണിക്കാറില്ല. പക്ഷെ ഞെരളത്ത് രാമപൊതുവാൾ ഇതിനെ ഒരു വെറും അനുഷ്ഠാനത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഇതിൻ്റെ സംഗീത ആലാപന ശൈലിയെ വികസിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അനുഷ്ഠാനമായിട്ടുള്ള അവസരങ്ങളിൽ അല്ലാതെയും അദ്ദേഹം ആരും പറഞ്ഞില്ലെങ്കിലും അമ്പലനട ഒഴിഞ്ഞു കിടക്കണം, അമ്പലനടയിൽ തിരുമാന്താവുന്നതിൽ ശ്രീമൂലസ്ഥാനത്ത് അവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മൂപ്പരുടെ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് നിയതമായ അനുഷ്ഠാന ചിട്ടകൾക്കല്ലാതെ തന്നെ മൂപ്പര് പോയിട്ട് പാടിക്കൊണ്ടിരിക്കും. അത് കണ്ടിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ശ്രീകോവിലിനകത്തല്ല. ഈ ശ്രീമൂലസ്ഥാനത്തിൻ്റെ നട എന്ന് പറയുന്നത് ശ്രീകോവിലിനകത്തല്ല, ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്നു പോകുമ്പോൾ ആർക്കും കാണാം. അങ്ങനെ ഞെരളത്ത് രാമപൊതുവാൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെയും അടിയന്തരക്കാരനോ ജീവനക്കാരനോ ആയിട്ട് ഞെരളത്ത് രാമപൊതുവാളെ ആരും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റ് പലരും പല ക്ഷേത്രങ്ങളിലും അടിയന്തരക്കാരും മറ്റൊക്കെ ആയിട്ടുണ്ട്. ഞെരളത്ത് രാമപൊതുവാൾ അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിരുന്നില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടിടാൻ പറ്റുന്നൊരു നേച്ചർ ആയിരുന്നില്ല. അതുകൊണ്ട് കൂടി ആവാം, അല്ലാണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം ഈ എവിടെ പാടാൻ പറഞ്ഞാലും പാടും. മൂപ്പർക്ക് ഈശാവാസ്യം ഇതം സർവം എന്നാണ്, ക്ഷേത്രത്തിനകത്താണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അത്തരത്തിൽ റോട്ടിലും വീട്ടിലും കാട്ടിലും എവിടെ വേണമെങ്കിലും ആൾ പാടാൻ തയ്യാറായി. മൂകാംബികയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് കൂടെ പോയ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എവിടേക്കോ പോയി. കുറച്ച് നേരത്തെ രണ്ടുപേരും പിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് രാമേട്ടനെ കാണാനില്ലോ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ മൂപ്പര് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊട്ടിപ്പാടുകയാണ്, കാരണം യാത്രയ്ക്കുള്ള പൈസ പിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു കല ജനകീയമായി വന്നതാണ്. കുണ്ടല ശ്രീകൃഷ്ണ കലിത ലളിത വനമാല ജയ ജയ